ശ്രീ ബ്രിഗേഡിയർ വേണുനായർ നോക്കൂ, വെടിനിർത്തലിന് ധാരണയായി ആശങ്കകൾക്ക് പരിഹാരമായി എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ ചരിത്രത്തിലേക്കൊക്കെ നോക്കുമ്പോൾ 1947 ഇൻഡോ പാക് യുദ്ധത്തിൽ അന്ന് ഐക്യരാഷ്ട്രസഭ ഇടപെട്ട് വെടിനിർത്തൽ കരാർ കൊണ്ടുവരുന്നു. അപ്പോൾ അത് സമവായത്തിലേക്ക് എത്തുന്നു. ആ നിലയിൽ ചരിത്രങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ അമേരിക്കയുടെ നിർണായക ഇടപെടലാണ്, ഒരു ദിവസം നീണ്ട ചർച്ചയാണത്. ചർച്ചയിൽ മൂന്നാം കക്ഷിയും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഈ സമവായത്തെ എങ്ങനെ കാണുന്നു? മാഡം, ഇത് ആദ്യമായിട്ട് പറയാനുള്ളത് തികച്ചും അപ്രതീക്ഷിതമായ ഒരു ടേൺ അറൗണ്ട് ആണ്. അതിന് രണ്ട് വശങ്ങളെ പറ്റി വേണമെങ്കിൽ നമുക്ക് വാദിക്കാം. ഇന്ത്യ എല്ലാ ദിവസവും മുന്നിൽ നിന്നിരുന്നു. അപ്പോഴേ ഇന്ത്യ നമ്മുടെ ഉദ്ദേശം മുഴുവനും കിട്ടിയോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. പിന്നെ എല്ലാ ദിവസങ്ങളും നമ്മൾക്ക് മേൽക്കൈയായിരുന്നു. അതിൽ കൂടി പാകിസ്ഥാന്റെ വീക്ക്നെസ് എല്ലാം പുറത്തു വന്നു. കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത് പാകിസ്ഥാനാണ്. പിന്നെ ഇപ്പോ അവരുടെ ബാക്ക് ടുവേർഡ്സ് ദ വാൾ പോലെയാണ്. അപ്പൊ അവസാനം നമ്മൾ ഉച്ചകഴിഞ്ഞിട്ട് കേട്ടത് അവര് ബോംബ് ഉപയോഗിക്കാൻ തയ്യാറ് വരെയാണെന്നുള്ള രീതിയിൽ അവരെത്തിയിരുന്നു. അപ്പോ എന്താണ് നമുക്ക് ലഭിച്ചതെന്ന് നോക്കുകയാണെങ്കിൽ, ഈ ഭീകരരുടെ ഹെഡ്ക്വാർട്ടറിൽ നേരിട്ട് ചെന്ന് അവരെ തകർക്കാനും അവിടെ ഉണ്ടായിരുന്ന അവരുടെ കുറെ ഭീകരരുടെ തലവന്മാരെ ഇല്ലാതാക്കാനും ഒക്കെ നമുക്ക് സാധിച്ചു. അത് അവർക്ക് വലിയ ഒരു അടിയായിരുന്നു. പിന്നെ ചെറിയ തോതിൽ അവർ ഡ്രോൺ വാർഫെയർ നടത്തി നമ്മുടെ എയർഫീൽഡിലേക്കൊക്കെ വരാൻ നോക്കിയെങ്കിലും ഒന്നും അതിന്റെ ഫലം കണ്ടില്ല. കൊലാറ്ററൽ ഒരു മൈനർ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിക്കുമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പോ അതിനെല്ലാത്തിനും ചെറിയ കോസ്റ്റ്, എന്നാലും ഒരു ചെറിയ കോസ്റ്റാണ് നമ്മൾ കൊടുത്തത്. മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എല്ലാ ജീവനും വളരെ വിലപ്പെട്ടതാണ്. അതൊക്കെ മാറ്റി നിർത്തി നോക്കിയാൽ, സമാധാനത്തിന്റെ ലെവൽ നോക്കിയാൽ ഇത് സമാധാനമാണല്ലോ നല്ലത്. ഞാൻ പറയുന്നത് പോലെ നമുക്ക് ലൂസ് ചെയ്യാൻ ഇന്ത്യക്കാണ് കൂടുതൽ. നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. നമ്മളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു നിർദ്ദിഷ്ടമായ കൂട്ടക്കൊല നടത്തിയതിന് നമ്മൾ കൊടുക്കേണ്ടതിൽ കൂടുതൽ അവരെ പാഠം പഠിപ്പിച്ചു. അവർ ഒന്നുമല്ല ഈ നിലയിലൊക്കെ പോയിരുന്നെങ്കിൽ അതെല്ലാവരും ഈ യുദ്ധത്തിന് മുമ്പ്, ഈ അവസ്ഥയ്ക്ക് മുമ്പ് തന്നെ എല്ലാവരും പറയാം അവരുടെ സാമ്പത്തിക സ്ഥിതി ഒന്നും ഒരു ദീർഘമായ യുദ്ധത്തിന് യോജിച്ചതല്ല. ഫൈനൽ പരാജയം അവരുടെ തന്നെ ഉണ്ടാവും. പിന്നെ ഇവിടെ നിന്ന് എങ്ങോട്ട് എന്നൊരു രീതിയിലാണ് നമ്മളിപ്പോ നിന്നത്. ഒരു എത്ര ദുർബലനായെങ്കിലും അങ്ങനെ കോർണർ ചെയ്ത് നിർത്തിയ അവര് പ്രതികരിക്കും. അപ്പോ ഇങ്ങനെ ഒരു വിവേകമില്ലാത്ത ഒരു രാഷ്ട്രം എന്തിനും വീഴുന്ന ഒരു തരത്തിലേക്ക് പോകേണ്ടത് ആവശ്യമില്ല. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയാറുള്ളത്, നമ്മളൊരു സമാധാന കാലത്ത് ഇന്റർനാഷണൽ ബൗണ്ടറി കടക്കാൻ നമ്മൾ റെഡിയാണ്. നമ്മുടെ ഭീകരതയ്ക്കെതിരായി നമ്മളത് പോകും. അത് തന്നെ ഇന്ന് ഉച്ചകഴിഞ്ഞ് വീണ്ടും അടിവരയിട്ട് ഇന്ത്യ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. എനി ആക്ട് ഓഫ് ടെറർ വിൽ ബി ആൻ ആക്ട് ഓഫ് വാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വലിയ മീനിങ് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു സമാധാനം നമ്മൾ ആഗ്രഹിച്ചു. പാകിസ്ഥാൻ കൊടുക്കാനുള്ള ഒരു ലെസൺ അത് നമ്മൾ കൊടുത്തു. പിന്നെ എന്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഈ പാകിസ്ഥാൻ ആർമിയെ ഒരു പാഠം ഒന്നും കൂടെ പഠിപ്പിക്കുക. അപ്പൊ പാകിസ്ഥാന്റെ പബ്ലിക്കിന് അവരുടെ ആർമിയെ പറ്റിയുള്ള ഇമേജിൽ കോട്ടം തട്ടിയിട്ടുണ്ട് എന്നുള്ളതിൽ ഇതില്ല. അപ്പൊ 100% ആർക്കും ഇങ്ങനെ ഒരു സമാധാന ഉടമ്പടിയുണ്ട്. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമുക്ക് ജോബ് ചെയ്യാൻ പറ്റുമല്ലോ. അതാണ് എന്റെ ഒരു ഇനീഷ്യൽ പ്രതികരണം. ബാക്ക് ടു യു. ശരി, നന്ദിയുണ്ട് ശ്രീ വേണുനായർ.